കേണൽ ഡിന്നി കൂടെ പ്രതിരോധ വിദഗ്ധൻ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡിന്നി, ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുക തന്നെയാണ് ഇസ്രായേലിൽ. ഒപ്പം ഇറാന് തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് US-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. മാഡം, US എപ്പോഴും പറഞ്ഞ ഒരു നിലപാട് അവർക്കുണ്ട്. അതായത് ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ്, ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ അവരുടെ സുരക്ഷയ്ക്ക് ചെയ്യാനുള്ള എല്ലാ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഇസ്രായേലിനുണ്ട് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് US സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം US-ന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഗാസയിൽ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു സീസ് ഫയറിന് വേണ്ടി ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം. പക്ഷേ ഇറാൻ ഇസ്രായേലിനെ സ്ട്രൈക്ക് ചെയ്തതോടെ ആ ഒരു നിലപാടിൽ കംപ്ലീറ്റ് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു ബൈ പാർട്ടിസാൻ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. US-ന്റെ എല്ലാ വിഭാഗത്തിലെ ആളുകളും ഇസ്രായേലിന്റെ കൂടാണ് എന്നുള്ള നിലയിൽ ആ ഒരു കാര്യം ഇറാന്റെ ഈ ഒരു സ്ട്രൈക്ക് കാരണം ഇസ്രായേലിന് കിട്ടി എന്ന് പറയാം. അപ്പൊ US-നെ സംബന്ധിച്ചോളം അവരുടെ ഒരു ഏറ്റവും അടുത്ത ഒരു അലൈ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് അവിടുത്തെ പൊതു താല്പര്യവും രാഷ്ട്രീയപരമായ താല്പര്യവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള താല്പര്യം. ആ US-ന്റെ നിലപാടിൽ നമുക്ക് യാതൊരു അതിശയം കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഇനി ഒരു ശക്തമായിട്ടൊരു മറുപടി, ശക്തമായി എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു കാലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും ഇറാനിന് കൊടുക്കാൻ. അപ്പൊ അതിനുവേണ്ടിയുള്ള സപ്പോർട്ടിന് വേണ്ടിയാണ് US-ന്റെ ജനറലും മറ്റുള്ള ആളുകളും കോർഡിനേഷന് വേണ്ടിയാണ്. അതായത് ഈ ഒരു സ്ട്രൈക്ക് ചെയ്യുമ്പോഴും അവിടെ US-ന്റെ ഒരു കൺട്രോൾ, അതായത് ഇസ്രായേല് പ്രത്യേകിച്ച് ബെഞ്ചമിൻ ഏകപക്ഷീയമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് വലിയ രീതിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടും US-നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് US-ന്റെ അത്ര ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുക. ശരി ഡിന്നി, ഇപ്പോൾ എൻ്റെ കൂടെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് താങ്കളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണം. സർ, ഞാൻ പറയുന്നത് കേൾക്കാനുണ്ടല്ലോ അല്ലേ? കേൾക്കാം. സർ, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ വരെ വന്ന വാർത്തകൾ അനുസരിച്ച് ഹമാസിൻ്റെ എല്ലാ നേതൃത്വത്തെയും, അതായത് നമുക്കറിയാം ഹസൻ നസ്രള്ളയെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിനെ തകർത്തിരിക്കുന്നു, അതിന് പുറകെ വന്ന ഹസിം ഷഫീദിയെ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹെനിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ പല നേതാക്കന്മാരെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ അതിശക്തമായ ഒരു എലിമിനേഷൻ പ്രോസസ്സ് ഈ ഭീകര സംഘടനകൾക്കെതിരെ ഇസ്രായേൽ നടത്തുകയാണ്. ഇത്തരത്തിലൊരു ഭീകര സംഘടനകളെ എലിമിനേറ്റ് ചെയ്യുന്നത് ഒരു യുദ്ധത്തിന് മുന്നോടിയായുള്ളൊരു ഒരുക്കം, അതായത് ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് ആഭ്യന്തരമായ ഒരു തിരിച്ചടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രതിരോധിക്കാനുള്ളൊരു നീക്കം കൂടിയല്ലേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള നേതാക്കളെയും കാര്യമായി കൊന്നൊടുക്കുന്നൊരു നീക്കത്തിലൂടെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്? ഇവരെ നമ്മൾ കാണേണ്ടുള്ളത്, ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരൊരു മൾട്ടി സ്ട്രാറ്റജി ഉപയോഗിച്ച് നേരിടുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം മൾട്ടി ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഹമാസിനെയും ഹെസ്ബുള്ളയും അവരുടെ തൊട്ട് അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുക, അയൽ രാജ്യം അല്ലെങ്കിൽ ഗാസയിൽ ഏറ്റവും അടുത്തുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടക്കുന്ന രീതിയാണ് അവർ. അപ്പൊ അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റിസൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നേരിടാൻ അവര് കരമാർഗവും ഒക്കെ അതിനെ ഒരു രീതിയിലേക്ക്, അതായത് ലാൻഡ് ഫോഴ്സസ് ഉപയോഗിച്ച് പോലും ആ ഹമാസ് ആൻഡ് ഹെസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് ലാൻഡ് മാർഗം അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് തീർച്ചയായിട്ടും ബൈ എയർ അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം October 7th പോലെ വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്. അതിനു വേണ്ടിയുള്ള ചെയ്യേണ്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സൗത്തിൽ ഗാസയിൽ ഹമാസിനെ ഏകദേശം ഒരു 80% ടെറർ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 80% ഹമാസിന്റെ ടെററിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തിരിക്കുകയാണ്. പക്ഷേ നോർത്തിൽ അതേസമയം ഹെസ്ബുള്ളെ അവർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഏകദേശം അവർക്ക് ഈ ലിറ്റാനി റിവറിന്റെ ഒരു സൗത്തിലായിട്ടുള്ള ആ പ്രദേശം, അതായത് UN തന്നെ പറഞ്ഞിട്ടുള്ള UN-ന്റെ 1701 റെസൊല്യൂഷൻ പ്രകാരം ഈ ലിറ്റാനീസ് റിവർ, അതായത് ലെബനൻ സൗത്തിലുള്ള ആ ലിറ്റാനി റിവറിന്റെ സൗത്തിലുള്ള പ്രദേശത്ത് ലെബനീസ് ആർമിയും UN പീസ് കീപ്പിംഗ് ഫോഴ്സും മാത്രമേ പാടുള്ളൂ എന്നുള്ള റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അവിടെയാണ് ഹിസ്ബുള്ള അവരുടെ ഈ ടണൽസും അവരുടെ ഒരു ടെറർ ക്യാമ്പും ഒക്കെ വെച്ചിട്ട് ഇസ്രായേലിനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇപ്പം അവർ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രൈമറി ഫോക്കസ് അവരുടെ ഇതാണ്. ഇതിന്റെ
സബ്സിക്വന്റ് ആയിട്ടാണ് ഇത് ഇറാനെ അവർ നേരിടാൻ നോക്കുന്നത്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഇറാനെ അവര് ഒരു യുദ്ധ രീതിയിലേക്ക് വലിയ രീതിയിൽ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ വലിയൊരു സ്വാധീനം ഇസ്രയേലിന് ഈ ഒരു വിഷയത്തിൽ കാണും. കാരണം ഒരു പരിധി വിട്ട് യുദ്ധം ഇറാനിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നഷ്ടം ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ US-നും അല്ല ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചോളം അവർ സ്ട്രൈക്ക് ചെയ്യും. അതായത് ഒരു ഡിറ്ററൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഇപ്പൊ ഇസ്രയേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇറാൻ ചെയ്തതുപോലെ തന്നെ, അതായത് അത് സ്ട്രൈക്ക് ചെയ്തു പക്ഷെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല, എങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി. അതേപോലുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കും ചെയ്യാൻ സാധ്യത ഇറാന് എതിരെ. പക്ഷെ ഹമാസ്, ഹിസ്ബുല്ല, ഹുത്തീസ് അത്ര ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തന്നെയും അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് ഇനി അങ്ങനെ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. തീർച്ചയായും കേണൽ ഡിനി, ഒരു ലിറ്റാനി നദിയുടെ തീരത്ത് ഈ ലെബനൻ്റെയും അതുപോലെ തന്നെ UN-ൻ്റെയും പീസ് കീപ്പിംഗ് ഫോഴ്സ് മാത്രമേ പാടുള്ളൂ എന്ന പ്രദേശത്ത് ശക്തമായ സാന്നിധ്യമായി ഹിസ്ബുള്ള തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 2006 ഈ UN പ്രമേയം അനുസരിച്ച് ഇത്തരം നീക്കങ്ങൾ നടത്താൻ തയ്യാറാണെന്ന് ലെബനനിലെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പറയുകയും ചെയ്തു. അതിന് തൊട്ടു പുറകെയാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അവിടം സന്ദർശിക്കുകയും ചെയ്തത്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം, അതായത് UN പ്രമേയം അംഗീകരിക്കാമെന്ന് നേരത്തെ ലെബനനിലെ പ്രധാനമന്ത്രി തന്നെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനിടയിൽ ഈ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനവും ആ സന്ദർശനത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക? തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീ ഐസൻ. അതായത് UN-നെ സംബന്ധിച്ചോളം അവർ ടോട്ടലി ഡിഫറൻറ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ ഉണ്ട്, ഇന്ത്യൻ ബറ്റാലിയൻ വരെ അവിടെ ഉണ്ട്, നമ്മുടെ ലെബനൻ ആൻഡ് ഇസ്രായേൽ ബോർഡറിൽ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് വ്യക്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനത്തെ ഒന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് റെസൊല്യൂഷൻസ് പാസ്സായാൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു വില ആരും കൊടുക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. അപ്പം ലെബനനെ സംബന്ധിച്ചോളം ലെബനീസ് ആർമിയൊക്കെ വളരെ ദുർബലരായിട്ടൊരു ആർമിയാണ്. അത് വലിയ രീതിയിലുള്ള ശക്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഹെസ്ബുള്ള തന്നെയാണ്. ആദ്യം ഒരു മിലിഷ്യ എന്നുള്ള രീതിയിൽ, പിന്നെ അത് പൊളിറ്റിക്കൽ പവറായി, പിന്നെ അതിനെ നോൺ സ്റ്റേറ്റ് ആക്ടറാക്കി മാറ്റി. അപ്പൊ അതിന് ഇറാന്റെ ആ സ്വാധീനം കാരണമാണ് ഇന്ന് ഹിസ്ബുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു നോൺ സ്റ്റേറ്റ് ആക്ടർ എന്നുള്ള നിലയിലേക്ക് അത്രയും ഈ ആംസ് ആൻഡ് എക്വിപ്മെന്റ് മറ്റെല്ലാം കിട്ടിയത്. അപ്പം അവിടെ ലെബനൻ എന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ട ബാധ്യത ഹെസ്ബുള്ളയ്ക്കുമില്ല, ഇറാനും ഇല്ല. അവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലിറ്റാനി റിവറിന്റെ സൗത്തില് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ ഉണ്ടായിട്ട് പോലും ആരും ഒന്നും അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ആർക്കും അതില്ല. അതുകൊണ്ടാണ് ഇപ്പം സത്യത്തിൽ ഇസ്രായേലിനെ ആ ഒരു ഇപ്പം അന്റോണിയോ ഗുട്ടറസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, അത് ഇസ്രായേൽ പറയുന്നതിന് ഒരു പരിധി വരെ അതിനകത്ത് സത്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ഐസൻ, കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ UN എന്നുള്ള ഓർഗനൈസേഷൻ 173 തവണയാണ് ഇസ്രായേലിനെ കണ്ടം ചെയ്തിട്ടുള്ളത്. 173 കഴിഞ്ഞ 10 വർഷമായിട്ട്. പക്ഷേ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ വെറും 72 പ്രാവശ്യമാണ് കണ്ടം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം എന്നുള്ള ഒരു ആരോപണം ഇസ്രായേൽ അത് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ ലെബനനിനകത്ത് ഹെസ്ബുള്ള ഇത്രയും ഒക്കെ ചെയ്തിട്ട് ഇറാനിന്റെ മിനിസ്റ്റേഴ്സ് വരിക, അവിടെ കോർഡിനേഷൻ ചെയ്യുക, അതൊന്നും ആരും ശ്രദ്ധിക്കാതെ ആർക്കും ഒന്നും അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കണ്ടംനേഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെയാണ് ഒക്ടോബർ 7-ാം തീയതി ആ ഒരു അറ്റാക്ക് നടന്നപ്പോഴും നമ്മൾ കണ്ടു ഏത് രീതിയിലാണ് ആന്റണിയോ ഗുട്ടറസ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒക്ടോബർ 7-ാം തീയതി ഉള്ള ഒരു അറ്റാക്ക് തന്നെത്താൻ ഉണ്ടായതല്ല, അതിന്റെ ബാക്കിൽ കാരണങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ വളരെ ഒരു ശരിയായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ല. അപ്പം അങ്ങ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ കോർഡിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്ത് അതിനിടയ്ക്ക് ആക്ഷൻ എടുക്കാൻ ഇന്ന് ലോകത്ത് വേറെ ഒരു സംഘടനയും ഇല്ല. അതിന്റെ എല്ലാം ഒരു ഫലമാണ് നമ്മളിപ്പോൾ ഈ യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കേണൽ ലിനി പ്രതികരിച്ചാൽ. എന്തായാലും ഇസ്രായേൽ
ഭീകരതയുടെ അടിവേര് അറുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാനെ തുളച്ചെറിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനെ മാത്രമല്ല എല്ലാ ഭീകര സംഘടനകൾക്കെതിരെയും ശക്തമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഒപ്പം ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പരിഗണനയിലെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്റോണിയോ ഗുട്ടറസ് UN സെക്രട്ടറി ജനറലും പറയുന്നുണ്ട് ഈ ബന്ദികളെ ഹമാസ് ബന്ദികളാക്കി വെച്ചവരെ ഉടൻ മോചിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യവും ശക്തമായിട്ടുണ്ട്.